ഹലോ ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മട്ടൻ ഷവർമ്മയാണ്. അല്ല, അതിന് വേണ്ടി നമ്മളൊരു കാലങ്ങനെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഗ്രില്ല് ചെയ്തിട്ട്, നമുക്ക് മറ്റേ ഷവർമ്മ ചെയ്യാനുള്ള മെഷീനൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഗ്രില്ല് ചെയ്ത് ഇങ്ങനെ നല്ല ചെറുത്ത് ഷവർമ്മ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതിൽ കുറേ കട്ടിങ് വാരകൾ ഇട്ട് കൊടുക്കുക കേട്ടോ, കാരണം എന്നാലേ ഇറച്ചിൻ്റെ ഉള്ളിൽ പിടിക്കുള്ളൂ. അപ്പോൾ ആദ്യം നമുക്ക് ഇതിലേക്ക് മാരിനേറ്റ് ചെയ്യാനുള്ള മസാലകൾ കേട്ടോ. കാശ്മീരി ചില്ലി, മഞ്ഞൾപ്പൊടി, കുരുമുളക്, ഗരം മസാല, പിന്നെ ആവശ്യത്തിന് ഉപ്പ് സെപ്പറേറ്റ് ഒഴിച്ചിട്ടുണ്ട്. ആദ്യം മുളക് പൊടി ഇട്ട് കൊടുക്കും. അടുത്ത് മഞ്ഞൾപ്പൊടി, ഇത് കുരുമുളക് പൊടി കേട്ടോ, പിന്നെ ഗരം മസാല. ഇനി ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. അടുത്ത നമുക്ക് ഇതിലേക്ക് തൈര് കേട്ടോ, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. അടുത്തത് ഒരു പീസ് നാരങ്ങ കേട്ടോ. അടുത്ത് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇത്ര സാധനങ്ങളേ ഉള്ളൂ. ഇനിയിപ്പോൾ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതാ കണ്ടോ, ഇതിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്കത് ആടിൻ്റെ കാലിലേക്ക് തേച്ച് കൊടുക്കുക. നല്ല അതിൻ്റെ ഉള്ളിലൊക്കെ പിടിക്കണം. അതാ നമ്മൾ 2 സ്ഥലത്ത് നല്ല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതൊരു 2 മണിക്കൂറെങ്കിലും റെസ്റ്റിന് വയ്ക്കണം. മസാലയൊക്കെ ഒന്ന് ഇതിൽ പിടിക്കാൻ 2 മണിക്കൂർ ഇല്ലെങ്കിൽ ഒരു 1 മണിക്കൂറെങ്കിലും മാക്സിമം വയ്ക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് അതിനായിട്ട് കാണാം. അപ്പോൾ നമ്മൾ ചാർക്കോൾ വെച്ചിട്ടുണ്ട് കേട്ടോ, ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്കിത് കത്തിച്ച് കൊടുക്കാം. ചാർക്കോളൊക്കെ നല്ല കനലായി, ഇതാണ്ട. ഇതിന്റെ മേലേക്ക് നമുക്ക് ഗ്രില്ല് വെച്ച് കൊടുക്കാം. അപ്പൊ നല്ല മസാലയൊക്കെ പിടിച്ചതാണ് കാല്. ഇപ്പൊ നമുക്കിത് ഇതിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. നല്ല ചൂടുണ്ട്, നല്ല ചൂടാ, പഴുപ്പ് കിടക്കണം. ഇതാ മട്ടൺ ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. ഇത് ബട്ടർ നമ്മൾ ഉരുകാൻ വേണ്ടി വെച്ചിരിക്കട്ടെ. അടുത്ത് ഇതാ ഇവിടെ ഇവര് മുന്തിരി തിന്നെയാണ് കണ്ടാ. ഏതിനാ മട്ടൻ ഷവർമ്മ കഴിച്ചിട്ടുണ്ട് അതിന് മുമ്പ്? കഴിച്ചിട്ടില്ല. ചിക്കൻ ബീഫ് മട്ടൻ കഴിച്ചില്ലല്ലോ ഷവർമ്മ. നമുക്ക് ഇന്ന് കഴിക്കാട്ടാ. ഇതവിടെയും മുന്തിരി തിന്നുകയാണ് കേട്ടാ. ഇവരൊക്കെ ഇരുന്ന് കാഴ്ച കാണും കേട്ടോ. മട്ടൻ കാഴ്ച കണ്ടുകൊണ്ടിരിക്കുന്നു. ഞങ്ങളല്ലേ പണിയെടുക്കുന്നു. അപ്പൊ നമുക്ക് ഒന്ന് തിരിച്ചിടാം കേട്ടോ. നല്ല ചൂടാട്ടോ, അടുത്ത് വെക്കാൻ പറ്റില്ല. പടക്കം എങ്ങനെ പൊട്ടി?
എങ്ങനെ ടോ പൊട്ടണ? ഓ ടോ ഏകദേശം ഒരു പകുതി ആയിട്ടുണ്ട്. നമ്മളെന്താ പറയാ, ഓവറായിട്ട് അടുത്ത് വെക്കാത്തത്. എന്താ പറയാ, അടുത്ത് വെച്ചാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പൊ ഉള്ളു വേവില്ല. ആണ്ടാ നല്ല ജ്യൂസി ആയിട്ടുണ്ട്. പകുതി വെന്തിട്ടുണ്ട് കേട്ടോ, പകുതി വെന്തു. അപ്പൊ നമ്മൾ ഇനിയിപ്പോ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ മേലുള്ള ഭാഗം കുറച്ച് ഇങ്ങനെ അരിഞ്ഞെടുക്കാൻ പോകും. നമ്മള് ഷവർമ്മയ്ക്കൊക്കെ അരിഞ്ഞെടുക്കില്ലേ, അതേപോലെ മേലത്തെ കുറച്ച് ഭാഗം അരിഞ്ഞെടുക്കാൻ പോവാണ്. എന്നിട്ട് നമ്മൾ ഒന്നും കൂടി ഗ്രില്ലിൽ വെക്കാം കേട്ടോ. മേൽഭാഗം അങ്ങനെ അരിഞ്ഞെടുക്കുക കേട്ടോ. നമ്മളിതാ പ്ലേറ്റിൽ കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അത് ഇനി വെച്ച് കൊടുക്കുക. മട്ടൺ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് എടുക്കാം കേട്ടോ. നല്ല ചൂട്. ഇനിയിപ്പോൾ ഇത് നമ്മൾ കൊണ്ടുപോയി കട്ട് ചെയ്ത് ഷവർമാക്കാൻ പോകണം. ഇനി നമുക്കിത് പീസാക്കാം കേട്ടോ. അല്ലേ നല്ല എന്തും അതിന് സെപ്പറേറ്റ് എല്ലാ ഇറച്ചിയും ഇതങ്ങനെ മാറ്റിയെടുക്കാം. ഇനിയിപ്പോ ഇതൊക്കെ നല്ല കട്ട് ചെയ്ത് നമ്മൾ ഷവർമ്മയ്ക്ക് ഇടില്ലേ, റോൾ ചെയ്യുമ്പോ വെക്കില്ല, അതേപോലെ നല്ല വെന്തുണ്ട് കേട്ടോ, സൂപ്പറായിട്ട്. നല്ല അടിപൊളിയായിട്ട് എല്ലാം അത് നമ്മളിവിടെ റൊമാൻ റൊട്ടി എടുത്തു. നമ്മൾ വീട്ടിലുണ്ടാക്കിയാണ് റൊമാൻ റൊട്ടി. നമ്മൾ ഫസ്റ്റ് വെച്ച് കൊടുക്കുക. ഇതിലേക്ക് നമ്മളിവിടെ ഉണ്ടാക്കിയ മയണൈസ്, അടിപൊളി മയണൈസ്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അത് തേച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിരിക്കണ മട്ടൻ അടുത്തതാ നമ്മള് സലാഡാക്കി വെച്ചിരിക്കണം ക്യാപ്സിക്കവും ഉള്ളി ഇട്ടാ. അതിന്റെ മേലെ സ്ലൈസായി മുറിച്ച വെന്തിരിക്കാം. എനിക്ക് കുറച്ച് ഗ്രീൻ ചട്നി, ശേഷം മയോണൈസും കൂടി വയ്ക്കുക. എന്നിട്ട് ഇത് അങ്ങോട്ട് മടക്കുക. ഇതേപോലെ നമ്മൾ ഒരു 4 റോളും കൂടി ആക്കണം. അവിടെ 5 പേരുണ്ട്. 4 റോളും കൂടി ആക്കിയത്. അപ്പൊ നമുക്ക് മുറിച്ച് നോക്കാം.
സൂപ്പറായിട്ടുണ്ട്. മസാല കിട്ടിയ എങ്ങനെയുണ്ട്? കഴിച്ചു നോക്കുമ്പോ എന്ത് എങ്ങനെ പറയാ? വലിയ കടി കടിച്ചിട്ടേ വായു വെച്ചിരിക്കുക, ഇറങ്ങണമില്ല. സൂപ്പർ, നല്ലുണ്ട് കേട്ടോ. വെറുതെ പറയുന്നില്ല, ശരിക്കും അടിപൊളി ടേസ്റ്റ്. രണ്ടും മിക്സ് ചെയ്ത് കഴിക്കുക. ചുമ്മാ ഇതിനകത്ത് ഇട്ടിട്ടുണ്ടെന്നാലും എന്ത് നന്നായിട്ടുണ്ട്. കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും നല്ല ഡിഫറൻസ് ഉണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാം കറക്റ്റ് അല്ലേ? എന്ത് ഇറക്കാൻ പറ്റുന്നുണ്ട്. ക്വാണ്ടിറ്റി ഭയങ്കര കൂടുതലാണ്. കടയിൽ എത്ര ക്വാണ്ടിറ്റി ഒന്നും കിട്ടില്ല. നമ്മളെ ഇറച്ചി നല്ല അതിലിട്ടിട്ടുണ്ട്. എങ്ങനെയുണ്ട്? സൂപ്പറായിട്ടില്ലേ? ഇനി അടുത്ത് നമുക്ക് ബീഫ് ചെയ്യാം അല്ലേ? വേറൊന്നും പറയില്ല. നമ്മൾ ആദ്യമായിട്ടാണ് ഉണ്ടാക്കണത് അല്ലേ? അടിപൊളിയായി, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. എനിക്ക് സൂപ്പറായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കഴിച്ചു നോക്കാം. ഇറച്ചിയൊക്കെ നല്ല സ്മൂത്ത്. ഏകദേശം മട്ടൻ ഒരു 2 മണിക്കൂർ അല്ലേ? അത് 2 മണിക്കൂറെങ്കിലും അതിൽ ഇരുന്നുണ്ടാവും. ഓവറായിട്ട് ഇങ്ങനെ ഡ്രൈ ആയി പോകും. കുറച്ച് നോക്കിയിട്ട് എടുത്താൽ. അപ്പൊ ഇതെല്ലാരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ ഇനി ഇങ്ങനത്തെ വീഡിയോസ് കാണണമെങ്കിൽ ആ ബെല്ലൈക്കനും കൂടി അമർത്തി വയ്ക്കുക. ഓക്കെ, അപ്പൊ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ. അത് കഴിക്കട്ടെ.